എല്ലാവർക്കും വണ്ടർ എലമെൻറ്റ്സ് എന്ന ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നെടുക്കുന്നത് ഇംഗ്ലീഷ് ക്ലാസ്സിൻ്റെ പാർട്ട് 5 ആണ്. അതിന് മുമ്പ് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. മാത്രമല്ല തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കണും കൂടി എനേബിൾ ചെയ്യുക. ഇന്ന് നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. The third round followed the same course as the first, but with one dramatic difference. The crow and the myna still determined to take part in the proceedings, divided at the cobra, but this time they missed each other as well as their mark. ഇപ്പോൾ എന്താണ് പറഞ്ഞത്? അങ്ങനെ നമ്മളിപ്പോൾ ഈ ഒരു കഥൻ്റെ ഒരു തുടർച്ചയായിക്കൊണ്ട് തന്നെയാണ്. The third round followed the same course as the first, but with one dramatic difference. ഈ ഡ്രാമാറ്റിക് ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഒരു നാടകീയമായ ഒരു വ്യത്യാസം എന്നാണ് അതിൻ്റെ അർത്ഥം. അങ്ങനെ ഇപ്പോൾ 2 റൗണ്ട് കഴിഞ്ഞു കേട്ടോ. ഇനി മൂന്നാമത്തെ റൗണ്ടും എന്തായി? അങ്ങനെ മൂന്നാമത്തെ റൗണ്ടും എങ്ങനെയാണോ ആദ്യത്തെ റൗണ്ട് കഴിഞ്ഞത് അതേപോലെ തന്നെ ദ സെയിം കോഴ്സ്, അതേ ഒരു കോഴ്സിൽ തന്നെ എന്തായി അതും കഴിഞ്ഞു. മാത്രമല്ല അങ്ങനെ കഴിയുക മാത്രമല്ല ചെയ്ത് ആ ഫോളോവിഡ് എന്ന് പറഞ്ഞാൽ പിൻപറ്റി. അങ്ങനെ ആ ഒരു സെയിം കോഴ്സിനെ തന്നെ എന്തായി ഫസ്റ്റ് ഇങ്ങനെ ഉണ്ടായത് അതേ കോഴ്സിനെ തന്നെ പിൻപറ്റുകയും ചെയ്തു. മാത്രമല്ല വിത്ത് വൺ ഡ്രാമാറ്റിക് ഡിഫറൻസ്, ഒരു നാടകീയമായ ഒരു വ്യത്യാസവും ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ എന്താണ് ആ വ്യത്യാസമെന്ന് പറഞ്ഞുതരാണ്. The crow and the myna still determined to take part in the proceedings. The crow and the myna, ആ ക്രോവും മൈനയും സ്റ്റിൽ ഡിറ്റർമൈൻഡ് ടു ടേക്ക് പാർട്ട് എന്ന് പറഞ്ഞാൽ പാർട്ടിസിപ്പേറ്റ് എന്ന അർത്ഥത്തിലാണ് വരുന്നത്. ടു ടേക്ക് പാർട്ട് ഇൻ ദി പ്രൊസീഡിങ്സ്. അപ്പോൾ ആ ഡിഫറൻസ് എന്താണ്? അവരും ആ പ്രൊസീഡിങ്സിൽ അവരും എന്തായി പങ്കെടുക്കണമെന്ന് അവരും തീരുമാനിച്ചു. അങ്ങനെ ഡിവൈഡഡ് അറ്റ് ദ കോബ്ര, അവർ കോബ്രയുടെ നേരെ എന്തായി രണ്ടുപേരും പറന്നുപോയി. ബട്ട് ദിസ് ടൈം ദേ മിസ്ഡ് ഈച്ച് അതർ ആസ് വെൽ ആസ് ദയർ മാർക്ക്. പക്ഷേ ഈ സമയം എന്തായി അവർ നേരത്തെ ഇങ്ങനെ ഒരു കൂട്ടിമുട്ടുകയല്ല ചെയ്തിട്ടുണ്ടായിരുന്നത്, അതവരെന്തായി മിസ് ചെയ്തു. അതങ്ങനെ സംഭവിച്ചില്ല. അവരുടെ ലക്ഷ്യത്തിലേക്ക് അങ്ങനെ ആവാൻ അവർക്ക് സാധിച്ചില്ല. ദ മൈന ഫ്ലൂ ഓൺ and reached its perch എന്ന് പറഞ്ഞാൽ ബ്രാഞ്ച് ഓഫ് ക്യാറ്റസ് എന്നാണ്. അങ്ങനെ ആ ക്യാറ്റ് എന്തായി ദ മൈന ഫ്ലൂ, മൈന എന്തായി പറന്നു പോയി. ഓൺ ആൻഡ് റീച്ച്ഡ് ഇറ്റ്സ് പെർച്ച്, അങ്ങനെ അവിടെ എത്തി ആ ക്യാറ്റസിൻ്റെ ഒരു ബ്രാഞ്ചസ്മ പോയിങ്ങാണ്ട് ഇരുന്നു. ബട്ട് ദ ക്രോ ട്രൈഡ് ടു പുൾ അപ്പ് ഇൻ ദ മിഡിൽ എയർ. പക്ഷേ എന്തായി ക്രോ എന്ത് ചെയ്തു? ആ ഒരു അവിടെ കുടുങ്ങിയേക്കാണ് കാക്ക അവിടെ കുടുങ്ങിയേക്കാണ്. അപ്പോൾ അവിടെ നിന്ന് എങ്ങനെയൊക്കെ ഒന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് എന്തായി കുറേ ട്രൈ ചെയ്തു. ഇൻ ദി മിഡിൽ എയർ, ആ മിഡിൽ എയറിൽ നിന്ന് എങ്ങനെയൊക്കെ ഒന്ന് പോകാൻ വേണ്ടി കുറേ ട്രൈ ചെയ്തു. ആൻഡ് ടേൺ ബാക്ക്, അങ്ങനെ ഒന്ന് തിരിച്ചു പോകാൻ വേണ്ടി എന്തായി അവൻ കുറേ ട്രൈ ചെയ്തു. ഇൻ ദി സെക്കൻഡ് ദാറ്റ് ഇറ്റ് ടോക്ക് ഹിം ടു ഡു ദിസ്. ഇൻ ദി സെക്കൻഡ്, ഈ ഒരു സമയത്ത് ദാറ്റ് ഇറ്റ് ടുക്ക് ഹിം ടു ഡീസ്, അവനക്ക് അങ്ങനെ ഒരു ബാക്ക് പോകാൻ വേണ്ടി നരേറ്റർ പറയാണ് അവനക്ക് ഇങ്ങനെ ആ കാക്കക്ക് അവിടെ നിന്ന് രക്ഷപ്പെടാൻ കഴിയുമായിരുന്നു ആ ഒരു സെക്കൻഡിൽ. പക്ഷേ ദ കോബ്ര വിപ്പിഡ് ഹിസ് ഹെഡ് ബാക്ക് ആൻഡ് സ്ട്രക്ക് വിത്ത് ഗ്രേറ്റ് ഫോഴ്സ്, ഹിസ് സ്നൗട്ട് തണ്ടിങ് അഗേൻസ്റ്റ് ദ കോബ്രാസ് ബോഡി. അപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചത്? ദ കോബ്ര വിപ്പിഡ് എന്ന് പറഞ്ഞാൽ തിരിച്ചു. അതായത് കോബ്ര വിപ്പിഡ് ഹിസ് ഹെഡ് ബാക്ക്, അവൻ്റെ തല എന്തായി കോബ്ര അവൻ്റെ തല ബാക്കിലേക്ക് തിരിച്ചു. എന്നിട്ട് ആൻഡ് സ്ട്രക്ക് വിത്ത് എ ഗ്രേറ്റ് ഫോഴ്സ്, എന്തായി ഒരു ശക്തിയേറിയ ഒരു ചലനത്തോടെ എന്തായി ആ ക്രോനെ കൊത്തുകയും ചെയ്തു. ഹിസ് സ്നൗട്ട് തണ്ടിങ് അഗേൻസ്റ്റ് ദ കോബ്രാസ് ബോഡി. ഹിസ് സ്നൗട്ട് അവൻ്റെ ആ കൊത്ത് തണ്ടിങ് ശബ്ദമുണ്ടാക്കിയിരുന്നു. അഗേൻസ്റ്റ് ദ കോബ്രാസ് ബോഡി, ആ
ക്രൗസ് ബോഡി. ആ കാക്കയുടെ ബോഡിയും എന്തായിരുന്നു, കാക്കയുടെ ബോഡിയിൽ സൗണ്ട് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ എന്താ പറഞ്ഞത്, അങ്ങനെ മൂന്നാമത്തെ റൗണ്ടും എന്തായി, ഫസ്റ്റത്തെ റൗണ്ടുകളൊക്കെ എങ്ങനെയാണോ കഴിഞ്ഞത് അതുപോലെ ഫോളോഡ് ദ സെയിം കോഴ്സ് ബട്ട് എ ഡ്രാമാറ്റിക് ഡിഫറൻസ്, ഒരു ഡ്രാമാറ്റിക് ഡിഫറൻസ് ഉണ്ടായിരുന്നു. ദ ക്രോ ആൻഡ് ദ മൈന, പക്ഷെ എന്തായി, ആ ക്രോവും മൈനയും ഒരു ടേക്ക് പാർട്ട് ഇൻ ദി പ്രൊസീഡിങ്സ്, അതിക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടി അവർ തീരുമാനിച്ചു. മാത്രമല്ല അങ്ങനെ എന്തായി, ഡിവൈഡഡ് അറ്റ് ദ കോബ്രൻ്റെ അടുത്തേക്ക് പറന്നു. പക്ഷെ ഈ സമയം എന്തായി, അവരുടെ ആ മാർക്ക് അവർക്ക് തെറ്റി. അങ്ങനെ ദ മൈന ഫ്ലൂ ഓൺ റീച്ച് ദ ഇറ്റ്സ് പെർച്ച്, അങ്ങനെ മൈന പറന്നുകൊണ്ട് ആ ബ്രാഞ്ചസ് ഓഫ് കാറ്റസിലേക്ക് എന്തായി അവിടെ പോയിരുന്നു. പക്ഷേ ആ കാക്കി എന്തായി, കുറേ ആ മിഡിൽ എയറിൽ നിന്ന് പുള്ളപ്പ് ചെയ്യാൻ വേണ്ടി എന്തായി കുറേ ശ്രമിച്ചു, ബാക്കിക്ക് പോകാൻ വേണ്ടി ശ്രമിച്ചു. പക്ഷേ ഈ ഒരു സമയത്തിന് കഴിയുമായിരുന്നു, ഈ ഒരു സമയം ബാക്കിക്ക് പോകാൻ വേണ്ടി കഴിയുമായിരുന്നു. പക്ഷെ ആ ഒരു ടൈം കൊണ്ട് ആ കോബ്ര എന്തായി, വിപ്ഡ് ഹിസ് ഹെഡ് ബാക്ക്, തല എന്തായി ബാക്കിലേക്ക് തിരിച്ചുകൊണ്ട് സ്ട്രിക്ക് വിത്ത് എ ഗ്രേറ്റ് ഫോഴ്സ്, ഒരു ശക്തിയേറിയ ഒരു ഫോഴ്സ് കൊണ്ട് തന്നെ കാക്കയെ കൊത്തി. എങ്ങനെയായിരുന്നു അത്, കാക്കനെ കൊത്തി എങ്ങനെയായിരുന്നു, ഹിസ് നൗട്ട് തഡിങ് അഗൈൻസ്റ്റ് ദ കോബ്രാസ് ബോഡി, ക്രൗസ് ബോഡി. അതെന്തായിരുന്നു, കാക്കയുടെ ശരീരത്തിൽ അത് ശബ്ദമുണ്ടാക്കിയിരുന്നു. അത്രയും ഒരു ഗ്രേറ്റ് ഫോഴ്സ് ആയിക്കൊണ്ടായിരുന്നു കോബ്ര ക്രൗനെ കൊത്തിയിട്ടുണ്ടായിരുന്നത്. ഇനി നെക്സ്റ്റ് പാരഗ്രാഫ് നോക്കുക. I saw the bird flung nearly 20 feet across the garden, where after fluttering about for a while it lay still. The myna remained on the cactus plant, very wisely refrained from the interfering again. ഇനിയിപ്പോൾ എന്താ പറഞ്ഞത്, ഐ സോ ദ ബേർഡ്, ഞാൻ ആ പക്ഷിയെ കണ്ടു, ആ ക്രോനെ കണ്ടു. flung nearly 20 feet across the garden. ആ ഗാർഡനിൽ എന്തായി, ഏകദേശം 20 അടിയോളം എന്തായി ആ ക്രോ പറന്നുപോയി. വേർ ആഫ്റ്റർ ഫ്ലട്ടറിങ് എന്ന് പറഞ്ഞാൽ ചിറകടിക്കുക. ഏതുവരെ, ആഫ്റ്റർ ഫ്ലട്ടറിങ് അബൌട്ട് ഫോർ എ വൈൽ, കുറച്ച് സമയം ചിറകടിച്ചത് വരെ. ഇറ്റ്സ് ലേ സ്റ്റിൽ, എന്തായി, ഒരു ശാന്തമായി കൊണ്ട് നിന്നു. അങ്ങനെ എന്തായി എന്ന് പറഞ്ഞാൽ അവിടെ അതിൻ്റെ കഥ കഴിഞ്ഞോണ്, അത് മരിച്ചു. ആ ക്രോ 20 അടിയോളം പറഞ്ഞിട്ട് എന്തായി, 20 feet ക്രോസ്, ഏകദേശം ഒരു 20 അടിയോളം പറഞ്ഞതിൻ്റെ ശേഷം അതെന്തായി, ഇറ്റ്സ് ലേ സ്റ്റിൽ, അത് എന്തായി, മരവിച്ചു പോയി. ദ മൈന റിമൈൻഡ് ഓൺ ദ കാറ്റസ് പ്ലാന്റ്, മൈന എന്തായി അവിടെ തന്നെ ആ കാറ്റസ് പ്ലാന്റിൽ തന്നെ എന്തായി നിന്നു. വെരി വൈസ്ലി, ബുദ്ധിപരമായിട്ടാണ് അവിടെ നിന്നത്. റിഫ്രൈൻഡ് ഫ്രം ഇൻ്റർഫിയറിങ് അഗെയിൻ, റിഫൈൻഡ് എന്ന് പറഞ്ഞാൽ നോട്ട് സ്റ്റോപ്പിഡ് ഫ്രം ഇൻ്റർഫിയറിങ് അഗെയിൻ. അങ്ങനെ എന്തായി, അവിടെ ആ കോബ്രയുടെ അവരുടെ തല്ലുണ്ടാക്കുന്ന ഇടയിലല്ലേ ഇപ്പോൾ ഈ ഒരു സംഭവമൊക്കെ നടക്കുന്നത്. ആ കോബ്രയും മംഗൂസും പാടെ ഒരു തല്ലുണ്ടാക്കുന്ന ഇടയിലാണ് ഈ ഒരു സംഭവം നടക്കുന്നത്. അങ്ങനെ പിന്നെയും പോയി അവിടെ പോയി ശല്യപ്പെടുത്തിയതിൽ നിന്ന് ഒഴിഞ്ഞു മാറിക്കൊണ്ട് എന്തായി, മൈന അവിടെ പോയി ഇരുന്നു. അപ്പോൾ എന്താണ് ഈ പാരഗ്രാഫിൽ പറഞ്ഞത്, അങ്ങനെ ആ ഒരു ക്രൗ എന്തായി, ഏകദേശം 20 feet ലോങ്ങിലായിക്കൊണ്ട് പറന്നുപോയി. മാത്രമല്ല അതിന് ശേഷം എന്തായി, അതിൽ സ്റ്റിൽ മരവിച്ചു നിന്നു. മാത്രമല്ല ദ മൈന എന്തായി, ആ കാറ്റസ് പ്ലാന്റിന്മേൽ തന്നെ നിൽക്കുകയും ചെയ്തു, ബുദ്ധിപൂർവമായിട്ട് നിൽക്കുകയും ചെയ്തു. ആ കോബ്രയെയും മംഗൂസിനെയും അവരുടെ ഫൈറ്റിൻ്റെ ഇടയിലായിക്കൊണ്ട് ശല്യപ്പെടുത്താതെ അവിടെ തന്നെ എന്തായി പോയിരുന്നു. ഈ നെക്സ്റ്റ് പാരഗ്രാഫ് നോക്കുക. The cobra was weakening and the mongoose, walking fearlessly up to it, raised himself on his short legs and with lightning snap had the big snake by the snout. അപ്പോൾ നമ്മളിപ്പോൾ എന്താ പറഞ്ഞത്, ദ കോബ്ര വാസ് വീക്കനിങ്. ആ കോബ്ര എന്തായിരുന്നു, കോബ്രക്ക് ഇപ്പോൾ കൊത്ത് കിട്ടിയിക്കല്ലേ. അപ്പോൾ ദ കോബ്ര വാസ് വീക്കനിങ്. ആദ്യം മംഗൂസിൻ്റെ അടുത്ത് നിന്ന് ഒരു അടി കിട്ടിയിട്ട് രക്തം വരുന്നതിൻ്റെയൊക്കെ നമ്മൾ മേലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പാരഗ്രാഫിൻ്റെ മേലെ. അപ്പോൾ ഇപ്പം അവസ്ഥ എന്താണ് കോബ്രയുടെ, ദ കോബ്ര വാസ് വീക്കനിങ്. കോബ്ര ഇങ്ങനെ വീക്കായിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. ആൻഡ് ദ മംഗൂസ്
വാൾക്കിൻ ഫിയർലെസ്സി, ഒരു ഭയവുമില്ലാതെ മംഗൂസ് എന്താവുന്നുണ്ട്, ഇങ്ങനെ നടക്കുന്നുണ്ട്. അപ് ടു ഇറ്റ്, അവിടേക്ക് ഇങ്ങനെ നടക്കുന്നുണ്ട്. മാത്രമല്ല റോയ്സ്ഡ് ഹിംസെൽഫ്, അവൻ തന്നെ എഴുന്നേറ്റ് നിന്നുകൊണ്ട് ഓൺ ഹിസ് ഷോർട്ട് ലെഗ്സ്, അവൻ്റെ ആ ചെറിയ കാലിൽ അവൻ എന്തായി എഴുന്നേറ്റ് നിന്നു. ആൻഡ് വിത്ത് ലൈറ്റനിങ് സ്നാപ്പ്, സ്നാപ്പ് എന്ന് പറഞ്ഞാൽ അടി, ഒരു ലൈറ്റനിങ് എന്ന് പറഞ്ഞാൽ ലൈറ്റിൻ്റെ ശക്തി പോലെയുള്ള അത്ര സ്പീഡിൽ ഉള്ള ഒരു അടി കൊടുക്കാനുള്ള അതിന് വേണ്ടിയിട്ട് എന്തായി, അങ്ങനത്തെ ഒരു അടി കൊടുക്കാൻ വേണ്ടി മംഗൂസ് എഴുന്നേറ്റ് നിന്നുകൊണ്ട് ഹാഡ് ദ ബിഗ് സ്നേക്ക് ബൈ ദ സ്നൗട്ട്, അങ്ങനെ എന്തായി പിന്നെ അങ്ങനത്തെ ഒരു ലൈറ്റനിങ് സ്നാപ്പ് എന്തായി സ്നേക്കിന് എന്തായി കൊടുത്തു. ആര്? മംഗൂസ്. ദ കോബ്ര റൈറ്റനിഡ് ആൻഡ് ലാഷ്ഡ് അബൌട്ട് ഇൻ എ frightening manner and even coiled itself about the mongoose, but all no avail. ഇനിയിപ്പോൾ എന്താണ് സംഭവിക്കാൻ പോകുന്നത്? ദ കോബ്ര റൈറ്റഡ് എന്ന് പറഞ്ഞാൽ പൊളഞ്ഞു. ആൻഡ് ലാഷ്ഡ് എന്ന് പറഞ്ഞാൽ തിരിച്ചടിച്ചു. അബൌട്ട് ഇൻ എ ഫ്രൈറ്റനിങ് മാനർ, ആ ഒരു ഭയങ്കരമായ ഒരു അവസ്ഥയിൽ എന്തായി തിരിച്ചടിച്ചു. ആൻഡ് ഇവൻ കോയിൽഡ് ഇറ്റ് സെൽഫ് അബൌട്ട് ദ മംഗൂസ്, അത് മംഗൂസിനെ ചുറ്റുകയും ചെയ്ത്. കോയിൽ ചെയ്യുക, ഫിസിക്സിലൊക്കെ പഠിക്കുന്നതാണ് കോയിൽ എന്ന് പറഞ്ഞാൽ ആ ചുറ്റുക. അങ്ങനെ മംഗൂസിനെ എന്തായി ചുറ്റുകയും ചെയ്തു. ഇപ്പോൾ ഇവിടെ എന്താണ് ഉണ്ടായത്? ദ കോബ്ര റൈറ്റഡ്, കോബ്ര എന്തായി റൈറ്റഡ് പൊളഞ്ഞു, ആകെ പൊളഞ്ഞു. ആൻഡ് ലാഷ്ഡ്, പിന്നെന്തായി തിരിച്ചടിക്കുകയും ചെയ്തു. അബൌട്ട് ഇൻ എ ഫ്രൈറ്റനിങ് മാനർ, ആ ഒരു അപകടമായ അവസ്ഥയിൽ തിരിച്ചടിക്കുകയും ചെയ്തു. ആൻഡ് ഈവൻ കോയിൽഡ് ഇറ്റ് സെൽഫ് അബൌട്ട് ദ മംഗൂസ്, മാത്രമല്ല ആ മംഗൂസിനെ കോയിൽ ചുറ്റുകയും ചെയ്തു. ബട്ട് ഓൾ നോട്ട് അവൈൽ എന്ന് പറഞ്ഞാൽ സക്സസ്, നോട്ട് റിസൾട്ട്, ഒക്കെ എന്തായിരുന്നു? വെറുതെ ആയിരുന്നു. അവൈൽ എന്ന് പറഞ്ഞാൽ സക്സസ് എന്ന അർത്ഥത്തിനായിട്ടാണ് വരുന്നത് റിസൾട്ട്. ഓക്കെ, ബട്ട് ഓൾ ടു നോട്ട് അവൈൽ, ഇപ്പോൾ ഈ സംഭവിച്ചത് ഒന്നും കോബ്രയ്ക്ക് എന്തായിരുന്നില്ല, ഒരു വിജയമായിരുന്നില്ല. ദ ലിറ്റിൽ ഫെല്ലോ ഹങ് ഗ്രിംലി ഓൺ, ഗ്രിംലി എന്ന് പറഞ്ഞാൽ കടിച്ചു തൂക്കി എന്നൊക്കെയാണ് അർത്ഥം. ഗ്രിംലി എന്ന് പറഞ്ഞാൽ കടിച്ചു തൂക്കി. ദ ലിറ്റിൽ ഫെല്ലോ, ആ ചെറിയൊരാളെന്തായി, ചെറിയ ഒരു മംഗൂസ് ഹങ് തൂക്കി, ഗ്രിംലി ഓൺ കടിച്ചിട്ട് എന്തായി അവനിങ്ങനെ തൂക്കി പിടിച്ചു. ആരെ? കോബ്രയെ മംഗൂസ് എന്തായി കടിച്ചിങ്ങനെ തൂക്കിയെടുത്തു. എന്നിട്ട് അൺടിൽ ഏതുവരെ? ദ സ്നേക്ക് ഹാഡ് കീസ്ഡ് ടു സ്ട്രഗിൾ, കീസ്ഡ് എന്ന് പറഞ്ഞാൽ നിർത്തി, സ്റ്റോപ്പ് എന്നൊക്കെയാണ് അർത്ഥം. സ്ട്രഗിൾ എന്ന് പറഞ്ഞാൽ ഫൈറ്റ്. അങ്ങനെ ഏതുവരെയാണ് അങ്ങനെ തൂക്കി പിടിച്ചത്? അൺടിൽ ഏതുവരെ? ദ സ്നേക്ക് ഹാഡ് കീസ്ഡ് ടു സ്ട്രഗിൾ, അവൻ്റെ ആ ഒരു ഫൈറ്റ് എന്തായി നിർത്തുന്നവരെ, സ്റ്റോപ്പ് ചെയ്യുന്നത് വരെ എന്തായി തൂക്കി പിടിച്ചു. അപ്പോൾ ഇപ്പം നമ്മൾ എന്താ പറഞ്ഞത്? അങ്ങനെ കോബ്ര ഇങ്ങനെ വീക്കായിക്കൊണ്ടിരിക്കുന്ന ടൈമിൽ എന്താവുന്നതാണ്, മംഗൂസ് ഇങ്ങനെ ഒരു ഭയമില്ലാതെ നടന്നു പോവുകയാണ്. അവൻ്റെ രണ്ട് കാലുമ നിന്നുകൊണ്ട് എന്തായി ലൈറ്റിംഗ് സ്പീഡിൽ എന്തായി കോബ്രയെ തല്ലുകയും മാത്രമല്ല കോബ്ര പൊളയുകയും ചെയ്തു. പൊളയുകയും മാത്രമല്ല തിരിച്ചടിക്കുകയും ചെയ്തു. മാത്രമല്ല മംഗൂസിനെ കോയിൽ ചുറ്റുകയും ചെയ്തു. പക്ഷെ ഏതുവരെയായിരുന്നു? അതൊന്നിനും ഒരു ബട്ട് നോട്ട് അവൈൽ, അതെന്തായിരുന്നില്ല, ഒന്നും നോട്ട് സക്സസ്, അതൊന്നും ഒരു വിജയമായിരുന്നില്ല. അങ്ങനെ ആ ഒരു ചെറിയൊരു ഫെല്ലോ എന്തായി ആ മംഗൂസിനെ തൂക്കി പിടിച്ച് അൻറ്റിൽ ഏതുവരെ? സ്ട്രഗിൾ എന്ന് പറഞ്ഞാൽ സ്റ്റോപ്പ് ചെയ്യുന്നത് വരെ, സ്ട്രഗിൾ ആ ഫൈറ്റ് സ്റ്റോപ്പ് ചെയ്യുന്നത് വരെ എന്തായി അങ്ങനെ തൂക്കിയെടുക്കുകയും ചെയ്തു. ഇനി അടുത്തത് എന്താ സംഭവിക്കുന്നത് നമുക്ക് നോക്കാം. ഹി ദെൻ സ്മെൽറ്റ് അലോങ്സ് ഇറ്റ് ക്യൂറിങ് ലെങ്ത് ആൻഡ് ഗ്രിപ്പിംഗ് ഇറ്റ് റൗണ്ട് ദ ഹുഡ് ഡ്രാഗ്ഡ് it into the bushes. The myna dropped cautiously to the ground, hopped about, peered into the bushes from a safe distance, and then with a shrill cry of congratulations flew away. ഇനി എന്താ സംഭവിക്കാൻ പോകുന്നത് നമുക്ക് നോക്കാം. He then, പിന്നെ അവൻ എന്തായി? സ്മെൽറ്റ് അലോങ്, അങ്ങനെ അവൻ അതിനെ സ്മെൽറ്റ് അലോങ്സ് അതിനെ മണത്ത് കൊണ്ട് എന്തായി
ക്യൂറിങ് എന്ന് പറഞ്ഞാൽ വിറക്കുക എന്നാണ്. ആ വിറക്കുന്ന ആ ഒരു ശരീരത്തെ എടുത്തുകൊണ്ട് ആൻഡ് ഗ്രിപ്പിംഗ് ഇറ്റ്സ് റൗണ്ട് ടു ദ ഹുഡ്, അങ്ങനെ ആ ഒരു മുക്കിലേക്ക് എന്തായി കൊണ്ടുപോയിട്ടു ഡ്രാഗിഡ് അതിനെ പിടിച്ചു കൊണ്ടുപോയി എങ്ങോട്ട് തൂക്കിക്കൊണ്ടുപോയി എങ്ങോട്ട് ഇൻ ടു ദ ബുഷസിലേക്ക് കൊണ്ടുപോയിങ്ങാണ്ട് അവിടെ അത് ആശയം ഇങ്ങനെയാണ്. അങ്ങനെ ബുഷസിലേക്ക് കൊണ്ടുപോയിങ്ങാണ്ട് എന്തായി അതിനെ ഇട്ടു. The myna dropped cautiously to the ground. അങ്ങനെ ക്യോഷ്യസ്ലി അങ്ങനെ എന്തായി മൈന എന്തായി ഡ്രോപ്പിഡ് ക്യോഷ്യസ്ലി എന്ന് പറഞ്ഞാൽ കെയർഫുള്ളി നല്ല സൂക്ഷ്മമായിട്ട് എന്തായി ആ ഒരു ഡ്രോപ്പിങ് സ്ഥലത്തിലേക്ക് പോയി. ഹോപ്പിഡ് അബൌട്ട് പിയർഡ് ഇൻ ടു ദ ബുഷസ് ഫ്രം എ സേഫ് ഡിസ്റ്റൻസ്. പിയർഡ് എന്ന് പറഞ്ഞാൽ എത്തി നോക്കി. അങ്ങനെ ഹോപ്പിഡ് എന്ന് പറഞ്ഞാൽ ഇവിടെ അർത്ഥം വരുന്നത് ജമ്പ്. നമ്മളെ മറ്റൊരു ഹോപ്പല്ല, ഹോപ്പ് എന്ന് പറഞ്ഞാൽ ആഗ്രഹിക്കുന്നു അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷെ ഇവിടെ മറ്റൊരു ഹോപ്പല്ല, പ്രതീക്ഷിക്കുന്ന പറഞ്ഞൊരു ഹോപ്പുണ്ട്. ആ ഒരു ഹോപ്പല്ല ഇവിടെ ഹോപ്പിഡ് എന്ന് പറഞ്ഞാൽ ജമ്പ്. എന്താണ് ഹോപ്പിഡ് അബൌട്ട്? അങ്ങനെ മൈനെ ചാടുകയും ചെയ്തു. എങ്ങനെ അബൌട്ട് പിയർഡ് ഇൻ ടു ദ ബുഷസ്, മാത്രമല്ല ആ ബുഷസിലേക്ക് എത്തി നോക്കുകയും ചെയ്തു. ഫ്രം എ സേഫ് ഡിസ്റ്റൻസ്, ഒരു ഡിസ്റ്റൻസൊക്കെ സേഫ് ചെയ്തിങ്ങാണ്ട് എന്തായി അതിനെ എത്തി നോക്കുകയും ചെയ്തു. അങ്ങനെ ഡിസ്റ്റൻസ് ഒക്കെ കീപ്പ് ചെയ്തുകൊണ്ട് എന്തായി അതിലേക്ക് പിയർഡ് എത്തി നോക്കുകയും ചെയ്തു. ആൻഡ് ദെൻ പിന്നെ എന്തായി വിത്ത് എ ശ്രിൽ, ഒരു ശ്രിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഒരു പക്ഷികളുടെ കരച്ചിലിനാണ് ഈ ശ്രിൽ എന്നൊരു പാകം ഉപയോഗിക്കുന്നത്. അങ്ങനെ ശ്രിൽ ക്രൈ, അത് ഒച്ചുണ്ടാക്കിക്കൊണ്ട് എന്തായി അത് കരഞ്ഞു. എങ്ങനത്തെ ഒച്ചയാണ് അത് ഉണ്ടാക്കിയത്? ഓഫ് കൺഗ്രാജുലേഷൻ, ഒരു പുകയ്ത്തി പറഞ്ഞുകൊണ്ട് ആ ഒരു മംഗൂസ് അങ്ങനെ ഒരു പാമ്പിനെ അവിടെ കൊണ്ടുപോയിട്ടിന് പുകയ്ത്തി പറഞ്ഞുകൊണ്ട് അത് കരഞ്ഞുകൊണ്ട് എന്തായി അവിടെ നിന്ന് പോയി. ഫുൾ അവേ അവിടെ നിന്ന് എന്തായി അത് പറന്നു പോയി. അപ്പോൾ നമ്മൾ എന്താ പറഞ്ഞത്? അങ്ങനെ എന്തായി ആ മംഗൂസ് കോബ്രയെ തോൽപ്പിച്ചുകൊണ്ട് ആ എന്തായി മംഗൂസിനെ പിടിച്ചു. എന്നിട്ട് എന്തായി ഡ്രാഗ്ഡ് ഇൻ ടു ദ ബുഷസിലേക്ക് എന്തായി കൊണ്ടുപോയിട്ടു. എന്നിട്ട് ദ മൈന ഡ്രോപ്പിഡ് ക്യാഷ്യസ്ലി, അങ്ങനെ കെയർഫുള്ളി ദ മൈന ഡ്രോപ്പിഡ് കെയർഫുള്ളി ടു ദ ഗ്രൗണ്ടിലേക്ക് എന്തായി സൂക്ഷ്മമായി പോവുകയും ചെയ്തു. ഹോപ്പിഡ് അബൌട്ട് പിയർഡ് ഇൻ ടു ദ ബുഷസ്. ഹോപ്പിഡ് ദാറ്റ് മീനിങ് ഈസ് ജമ്പ്. അങ്ങനെ എന്തായി അതിലേക്ക് ചാടിക്കൊണ്ട് എത്തി നോക്കുകയും ചെയ്തു. ഇൻ ടു ദ ബുഷസ് ഫ്രം എ സേഫ് ഡിസ്റ്റൻസ്, ഒരു ഡിസ്റ്റൻസൊക്കെ കീപ്പ് ചെയ്തുകൊണ്ട് എന്തായി അതിലേക്ക് എത്തി നോക്കുകയും ചെയ്തു. ദെൻ വിത്ത് എ ശ്രിൽ ക്രൈ ഓഫ് കൺഗ്രാജുലേഷൻസ് ഫ്ലൂ അവേ. അങ്ങനെ ഒരു കൺഗ്രാജുലേഷൻസിൻ്റെ ഒരു കരച്ചിലൊക്കെ കരഞ്ഞിട്ട് എന്തായി അവിടുന്ന് അത് ഫ്ലൂ അവേ, അവിടുന്ന് അതെന്തായി പറന്നുപോയി. നെക്സ്റ്റ് പാരഗ്രാഫ് നമുക്ക് അടുത്തൊരു പാർട്ടിലായിക്കൊണ്ട് എടുക്കാം. നിങ്ങൾക്ക് ഇതുവരെ പറഞ്ഞതിൽ എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ എൻ്റെ കോൺടാക്ട്സ് നമ്പർ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ നമ്മൾ ബന്ധപ്പെട്ടാലും നമ്മൾ പറഞ്ഞിരുന്നതാണ്. മാത്രമല്ല നിങ്ങൾക്ക് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ഇട്ടാൽ മതി. ഒരു അർത്ഥം ഒന്നും അറിയില്ലെങ്കിൽ കമൻറ്റ് ഇട്ടാൽ മതി, അത് മറ്റു കുട്ടികൾക്കും കൂടി ഉപകാരപ്പെടും. അപ്പോൾ നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങളുടെ ഡൗട്ട്സുകളൊക്കെ കമൻറ്റ് ചെയ്യുക. നിങ്ങൾ ഈ ചാനൽ ഇപ്പോഴും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. മാത്രമല്ല ഞങ്ങൾ ഇടുന്ന ഓരോ വീഡിയോസുകളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കാൻ വേണ്ടി നിങ്ങൾ അതിന് തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കണും കൂടി എന്താവുക എനേബിൾ ചെയ്യുക. ഓക്കെ, താങ്ക് യു. മാത്രമല്ല എൻ്റെ ഒരു നമ്പർ ഞാൻ ഈ വീഡിയോൻ്റെ അവസാനമായിട്ടും കൊടുത്തിട്ടുണ്ട്, അതിൽ നിന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഓക്കെ, താങ്ക് യു.